നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഇക്കോയിൻ്റെ രജിസ്ട്രേഷൻ ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെ നമുക്ക് ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കാം, എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പാർട്ട് 1 ആയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ വിഡ്രോവൽ വീഡിയോ ആണ്. അതായത് ഈ ഇക്കോയിനെ എങ്ങനെ നമുക്ക് പൈസയാക്കാം. ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി 3.36 USDക്ക് ഈക്വലൻ്റാണ് ഇത്രയും ഇക്കോയിൻ, ഈ 2399 ഇക്കോയിൻ. അപ്പോൾ നിങ്ങൾ പഴയ ആപ്പാണ്, ഇക്കോയിൻ്റെ പഴയ വാളറ്റാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പാർട്ട് 1 വീഡിയോയുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാൻ നോക്കാം. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലിട്ട് എടുക്കാം. അപ്പോൾ അതിന് നമ്മൾ ഇക്കോയിൻ്റെ വാളറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ഇതിൽ എനിക്ക് $3.36 ഇക്വലൻ്റ് ആയിട്ടുള്ള ഇക്കോയിൻസ് ഉണ്ട്. ഇവിടെ പിന്നെ ഈ ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി എക്സ്ട്രാ ആയിട്ട് ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ആ വെബ്സൈറ്റിൽ കണ്ട ലോട്ടറി ടിക്കറ്റ് തന്നെയാണ്. സ്പെൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബ്രേവ് ബ്രൗസറാണ് ഞാൻ എടുക്കുന്നത്. ബ്രേവ് ബ്രൗസറിലാണെങ്കിൽ അവർക്ക് കൂടുതൽ കമ്പാറ്റബിൾ ആയിട്ടുള്ളത് ബ്രേവ് ബ്രൗസറാണ്. അപ്പോൾ നമ്മൾ ബ്രേവ് ബ്രൗസർ എടുത്തു കഴിഞ്ഞിട്ട് ബ്രേവ് ബ്രൗസറിൽ നമുക്ക് സ്ക്രാച്ചിങ് ഉണ്ടല്ലോ, ആ സ്ക്രാച്ചിങ് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചതാണ്. ഇപ്പോൾ അവരുടെ ആപ്പിൽ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതത്രേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ സംഭവം, അതായത് ഇതെങ്ങനെ വിഡ്രോ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിഡ്രോ ചെയ്യാനായിട്ട് പിന്നെ ഇതിൽ വന്നിട്ട് പുതിയ കുറച്ച് ഓപ്ഷൻസും കൂടി ഞാൻ പറയാം. അതായത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇക്കോയിൻ എന്നുള്ള സംഭവം അവിടെ എടുത്ത് കളഞ്ഞു. ജസ്റ്റ് റിസീവർ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഇക്കോയിൻ എന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ ആപ്പിൽ നിന്ന്, ഈ വാളറ്റിൽ നിന്ന് വേറെ വാളറ്റുള്ള ഒരാൾക്ക് മാത്രമാണ്, അതായത് ഈ വാളറ്റ് തന്നെയുള്ള വേറൊരാൾക്ക് മാത്രമാണ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എക്സ്ചേഞ്ചിലായിട്ടൊന്നും സെൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവരാ അതായത് നിങ്ങൾ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഉണ്ടാവും. ആ ഒന്നും ഇപ്പോൾ ഇല്ല, കണ്ടോ, റിസീവർ അഡ്രസ്സ് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി റിക്വസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റെഫറലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റെഫറൽസിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര ഓപ്ഷൻസാണ് വന്നത്. ഇനി നമുക്കിത് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യാനായിട്ട് ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫസ്റ്റത്തെ ഈ ഐക്കൺ മാറ്റിയിട്ട് ഇക്കോയിൻ ആക്കാം. ഇക്കോയിൻ ആക്കി കഴിയുമ്പോൾ നമ്മുടെ ഇക്കോയിൻ്റെ ബാലൻസ് കാണിച്ചിട്ട് 2399. അപ്പോൾ നമ്മുടെ ഈ വെബ്സൈറ്റിൽ ഉള്ള ഇക്കോയിനൊക്കെ ഇവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ വാളറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് അവർക്ക് തോന്നണ പോലെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ഇടയ്ക്ക് 500 ട്രാൻസ്ഫർ ചെയ്യും, ഇടയ്ക്ക് 50 ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ പല സമയത്തായിട്ട് നമ്മളൊന്നും ക്ലിക്ക് ചെയ്യാണ്ട് തന്നെ ഇതിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അവർ തന്നെ ട്രാൻസ്ഫർ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബാലൻസ് കൂടിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇത് വിഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് ഈ വാളറ്റ് വേണം, വേറൊരു എക്സ്ചേഞ്ച് വേണം. പ്രോബിറ്റ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് വേണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബിറ്റിൽ നമുക്ക് ഇക്കോയിൻ ഉണ്ട്. അപ്പോൾ പ്രോബിറ്റ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് എന്തായാലും കയറ്റണം, എന്നാൽ മാത്രമാണ് ഇതിനെ USDT ആക്കാൻ പറ്റുള്ളൂ. പ്രോബിറ്റിൽ സാധാരണ ഒരു എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന കൂട്ട് പ്രോബിറ്റിൽ അക്കൗണ്ട് ഉണ്ടാക്കുക. പ്രോബിറ്റിൽ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പ്രോബിറ്റ് ഓപ്പൺ ചെയ്യുക. പ്രോബിറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാളറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ടെസ്റ്റിന് അടിച്ച ഇക്കോയിനാണ് കണ്ടോ, ഒരു ഇക്കോയിൻ ഇവിടെ കിടക്കണം കേട്ടോ. ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഒറ്റ ഫീസും പോകില്ല കേട്ടോ, ഒറ്റ ഫീസ് കൊടുക്കില്ല. ഒന്നാണ് അയക്കണമെങ്കിൽ ഒന്ന് മാത്രമാണ് പോകുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇക്കോയിനിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പ്രോബിറ്റ് എന്നുള്ള വാളറ്റ് ഓപ്പൺ ചെയ്തു. അക്കൗണ്ട് ഉണ്ടാക്കണം കേട്ടോ. അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇമെയിലൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വാളറ്റ് ക്ലിക്ക് ചെയ്യുക. വാളറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സെർച്ചിൽ ഇക്കോയിൻ സെർച്ച് ചെയ്യുക, അതായിരിക്കും എളുപ്പം. സെർച്ചിൽ ഇക്കോയിൻ സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇക്കോയിൻ സെർച്ച് ചെയ്യുമ്പോൾ ഇക്കോയിൻ എന്ന് പറഞ്ഞ ഒരു സംഭവം എന്നാണ് കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇത് കോപ്പി ചെയ്യുക, ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക, ഡെപ്പോസിറ്റ് അഡ്രസ്സ്. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ എമൗണ്ടിൻ്റെ ഇവിടെ എത്ര എമൗണ്ട് സെൻഡ് ചെയ്യണമെന്ന് ചോദിക്കും. ഇപ്പോൾ 399 സെൻഡ് ചെയ്യാൻ പോകട്ടോ. 399 ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ മാത്രം അതിലിട്ട് സെൻഡ് ചെയ്താൽ മതി. 399 സെൻഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഓപ്ഷണൽ മെമോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഈ മെമോ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. ഇവിടെ ഉള്ളൊരു മെമോ ഉണ്ടോ, ഇവിടെയുള്ള മെമോ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കാണിക്കും, കൺഗ്രാജുലേഷൻസ് 399 ഇക്കോയിൻ സക്സസ്ഫുള്ളി ട്രാൻസ്ഫർഡ് ടു പ്രോബിറ്റ് ആൻഡ് TLS എന്ന് കാണിക്കും. ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ
നോക്കിക്കഴിയുമ്പോൾ നമുക്ക് 2000 ഉള്ളൂ. ഇനി കണ്ടോ 2000 ഉള്ളൂ. 399 നമ്മൾ അപ്പുറത്തോട്ട് മാറ്റി. ഇനി നമ്മൾ വീണ്ടും പ്രോബിറ്റ് എടുക്കുക. പ്രോബിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്ക് അടിക്കുക. വീണ്ടും ബാക്ക് അടിക്കുക. ഇത്തിരി സമയം എടുക്കും റീഫ്രഷ് ആയി വരാൻ. വീണ്ടും ബാക്ക് അടിക്കുക. റീഫ്രഷ് ചെയ്യാം. വൺ Ecoin ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഡെപ്പോസിറ്റും വന്നിട്ടുണ്ട് 399 Ecoin. അപ്പോൾ അത് വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ബാലൻസ് റിഫ്രഷ് ആയിട്ട് ആവാത്തതാണ്. ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാവുന്ന പ്രോബിറ്റ്. വാളറ്റിൽ പോയി നോക്കാം. ഇപ്പോൾ കണ്ടോ 400 Ecoin ഉണ്ട് ഇതിൽ. ഒരു Ecoin ഇതിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ 400 Ecoin ഉണ്ട്. ഇനി ഇത് 0.56 USDTക്ക് ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഇത് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ചിൽ പോവാം. എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സെല് ചെയ്യാൻ പറ്റും. Ecoin സെർച്ച് ചെയ്യാം. എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞിട്ട് Ecoin സെർച്ച് ചെയ്യാം. Ecoin. അപ്പോൾ Ecoin/USDT ഉണ്ടോ, അതെടുക്കുക. വേറൊരു Ecoin ഉണ്ട്, അതല്ല കൊടുക്കണം കേട്ടോ. എന്നിട്ട് സെല്ല് കളിക്കുക. സെല്ല് കളിക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര സെല്ല് ചെയ്യണം, എത്രണ്ണം സെല്ല് ചെയ്യണം എന്ന് വെച്ചാൽ 100% ക്ലിക്ക് ചെയ്യാം. 100% ക്ലിക്ക് ചെയ്യുമ്പോൾ സെല്ല് Ecoin എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാക്സിമം ടോട്ടൽ 0.56 USDT ആണ്. അതുകൊണ്ട് സെല്ല് ചെയ്യാൻ പറ്റില്ല. $1 ഇക്വലൻ്റ് ആയിട്ടുള്ള Ecoin ഉണ്ടെങ്കിൽ മാത്രമാണ് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ചുകൂടി ട്രാൻസ്ഫർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാമായിരുന്നു. അപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് USDT ആയിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് 0.56 USDT ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇച്ചിരി കൂടി അയച്ചിട്ട് 1 USDT ആക്കിയിട്ട് ഞാനിപ്പോൾ സെല്ല് ചെയ്യണം ഡയറക്റ്റ് കാണിച്ചു തരാം. അതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇച്ചിരി കൂടി സെൻഡ് ചെയ്യാൻ പോവാണ്. ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യാം. Ecoinൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ എമൗണ്ട് അടിക്കുകയാണ്. എമൗണ്ട് ഒരു 400 കൂടി അയച്ചു കഴിഞ്ഞാൽ ആവൂലേ. എന്നിട്ട് സബ്മിറ്റ് ട്രാൻസ്ഫർ കൊടുക്കുവാണ്. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കണ്ടോ, ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് പ്രോബിറ്റ് ഓപ്പൺ ചെയ്യാം. പ്രോബിറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്താലായിരിക്കും റിഫ്രഷ് ആവുള്ളൂ പ്രോബിറ്റിൽ. അപ്പോൾ പ്രോബിറ്റ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പ്രോബിറ്റിൽ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് USDT ആയിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് അന്യ വിഡ്രോവൽ ഫീസാണ്. 59 USDT വിഡ്രോവൽ ഫീസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ വാളറ്റിൽ Ecoin, മറ്റേ Ecoin വന്നിട്ടില്ല, അത് വരട്ടെ. അത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പ്രോസസ്സിങ്ങിലാണ് നടക്കണം കേട്ടോ. പ്രോസസ്സിങ് കഴിയണം, എന്നാലാണ് ഇവിടെ ഡണ്ണെന്നാവും. ഡണ്ണെന്നായി കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 1.12 USDT ഇക്വലൻ്റ് ആയിട്ടുള്ള, അതായത് ഇക്വലൻ്റ് ആയിട്ടുള്ള Ecoin നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് സെല്ല് ചെയ്യാം കേട്ടോ. എക്സ്ചേഞ്ചിൽ പോവാണ്. എന്നിട്ട് ഇവിടെ സെർച്ചിൽ Ecoin എന്ന് സെർച്ച് ചെയ്യണം. Ecoin എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ Ecoin/USDT ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 100% കൊടുക്കുക. 100% കൊടുത്തു കഴിഞ്ഞിട്ട് സെല്ലടിക്കുകയാണ്. സെല്ലടിച്ചു. അപ്പോൾ ഓർഡർ സക്സസ് ആയി. ഓപ്പൺ ഓർഡേഴ്സിൽ പോയി കഴിയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ USDT വാളറ്റിൽ പോയി കഴിയുമ്പോൾ നമുക്ക് USDT കിടക്കുന്നുണ്ടാവും. 1.117 USDT കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ USDT ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യുമ്പോൾ അന്യായ ഫീസാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ USDTനെ ട്രോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അതായത് TRX. ആദ്യം TRX മേടിക്കണം USDT വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഒരു TRXൻ്റെ ഫീസാണ് വന്നുള്ളൂ. അതായത് ഒരു TRX എന്ന് വെച്ചാൽ 9 രൂപ സംതിങ് ഉള്ളൂ എന്ന് തോന്നുന്നു. 9 രൂപ സംതിങ് ആണ് വന്നുള്ളൂ. അപ്പോൾ TRX/USDT എടുക്കുക. അതിൽ ബൈ ക്ലിക്ക് ചെയ്യുക. ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 100% കൊടുക്കുക. അപ്പോൾ നമുക്ക് $1 16 TRX കിട്ടും. ബൈ അടിക്കണം കേട്ടോ. അപ്പോൾ ഓർഡർ സക്സസ് ആയി. ഓപ്പൺ ഓർഡേഴ്സിൽ കിടക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് എടുത്തു കേട്ടോ ഓർഡർ കംപ്ലീറ്റ് ആകാൻ. വാളറ്റിൽ പോയി നോക്കിയുമ്പോൾ ഇനി TRX ആയിരിക്കും. 16 TRX കിടക്കുന്നുണ്ട്. കുറച്ച് USDT ഇവിടെ കിടക്കുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഈ TRX വിഡ്രോ ചെയ്യണം. അതിനുവേണ്ടി TRXൽ വാളറ്റിൽ പോയിട്ട് TRX ക്ലിക്ക് ചെയ്യുക. വിഡ്രോവലിൽ ക്ലിക്ക് ചെയ്യുക. വിഡ്രോവലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, വിഡ്രോവൽ ഫീ കുറവാണ്. 1 TRX ആണ് ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത് TRX ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ വിഡ്രോവൽ ഫീസ് കുറവാണ്. ഇനി നമുക്കിത് ബൈനാൻസിലായിട്ട് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ബൈനാൻസ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ബൈനാൻസ് ഓപ്പൺ ചെയ്യുക. ബൈനാൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് വാളറ്റിൽ പോവുക. വാളറ്റിൽ പോയിട്ട് സ്പോട്ടിൽ പോവുക. സ്പോട്ടിൽ പോയിട്ട് TRX എടുക്കുക.
നമ്മൾ USDTനെ TRX ആക്കി. അപ്പോൾ TRXൻ്റെ ആ ഒരു അഡ്രസ്സിലായിട്ടാണ് നമ്മൾ അയക്കേണ്ടത് കേട്ടോ. TRX എടുക്കുക. TRX എടുത്ത് കഴിഞ്ഞിട്ട് ഡെപ്പോസിറ്റ് അടിക്കുക. ഡെപ്പോസിറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ കോപ്പി അടിക്കുക. TRC20 അഡ്രസ്സാണ്. കോപ്പി അടിക്കുക. കോപ്പി അടിച്ച് കഴിഞ്ഞിട്ട് TRC20 എന്ന ബ്രാക്കറ്റിൽ എഴുതിയതിൻ്റെ ആ അഡ്രസ്സ് തന്നെ പേസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. തെറ്റിപ്പോയി, കോപ്പി ആയില്ല. ഒരു മിനിറ്റ്. ഇത് 100% ട്രാൻസ്ഫർ ചെയ്യണം. വിഡ്രോവൽ ഫീസ് 1 TRX ആണ്. നമ്മുടെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോഴാണ് അവർ അഡ്രസ്സ് ചോദിക്കുന്നത്. അപ്പോൾ TRC20 അഡ്രസ്സാണ് വേണ്ടത്. നമ്മൾ പേസ്റ്റ് ചെയ്യുക. നമ്മൾ കോപ്പി ചെയ്ത അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോഴാണ് വന്നെ. ഇനി നമ്മൾ വിഡ്രോ അടിക്കുക. നമുക്ക് 15 TRX ആണ് കിട്ടുള്ളൂ. 1 TRX ഫീസാണ്. അപ്പോൾ നമ്മുടെ ഇമെയിലായിട്ട് വെരിഫിക്കേഷൻ കോഡ് വരും. അത് നമ്മൾ അടിക്കണം. അത് ഞാൻ അടിക്കുകയാണ്. ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്യാൻ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ വിഡ്രോവലിനെ ഇതാണ് കണ്ടോ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ തന്നെ ക്യാൻസൽ ആവും കേട്ടോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യരുത്. അപ്പോൾ അതാണ് എനിക്ക് താഴെ പറ്റിയത് കണ്ടോ. ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ അത് കംപ്ലീറ്റ് ആവാൻ വേണ്ടി നമുക്ക് നോക്കാൻ പറ്റും, പക്ഷേ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ക്യാൻസൽ ആവും. അതുകൊണ്ട് ഞാൻ ബാക്ക് അടിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ വിഡ്രോവൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 15 TRX കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്തിട്ട് USDT ആക്കിയിട്ട് നമുക്ക് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് 76 രൂപ ബാങ്കിലോട്ട് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. അത് ഇനിയും പിന്നെയും കാണിക്കാനുള്ള കാരണം ഈ സെല്ല് ചെയ്ത് USDT ആക്കുക. അതെ, ഇവിടെ ട്രേഡ്സിൽ പോവുക, സ്പോട്ടിൽ പോവുക, ഇവിടെ TRX/USDT എടുക്കുക. TRX/USDT എടുക്കുക. എന്നിട്ട് സെല്ലിൽ ക്ലിക്ക് ചെയ്യാം. സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് 100% അടിക്കുക. എന്നിട്ട് സെല്ലടിക്കുക. അപ്പോൾ $1.03 USDT നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ USDTനെ PTP വഴിയോ ഒന്നെങ്കിൽ PTP വഴി സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ ഈ USDT നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ ബാസറക്സിലോട്ട് മാറ്റിയിട്ട് അതിൽ നിന്ന് പൈസ ആക്കുക. ഓക്കെ, ബൈനാൻസ് ബാസറക്സ് കൂടി ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പൈസ ആക്കാമല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് പൈസ ആക്കാമെന്ന് ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ആയിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലായി പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള വിലയെ കൊണ്ട് അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.